ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് ചൂടാവാൻ വെക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറക്കണമെങ്കിൽ കുറക്കാം കേട്ടോ. ഇനി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി നമ്മൾ ഇതേപോലെ കുറച്ചെടുത്തിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഏകദേശം ഇതേപോലെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വേറെ ഐറ്റംസ് കൂടെ ചേർക്കാനുണ്ട്. ഇതേപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അത്യാവശ്യം ഇതേപോലെ ജസ്റ്റ് ഒന്ന് മൊരിയിപ്പിച്ച് എടുക്കണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ഇനി നമ്മൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ചട്ടി ചൂടാക്കാനായിട്ട് മാറ്റി വെക്കണം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങ ഇതേപോലെ കൊത്തി അരിഞ്ഞത് തേങ്ങാ കൊത്ത് അതുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പോളം ചേർത്തിട്ടുള്ളൂ. എത്രത്തോളം കൂടുതൽ ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കറിയിൽ ജസ്റ്റ് ഒന്ന് തേങ്ങാക്കൊത്ത് കടിക്കാനായിട്ട് ആണ് നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ആ ഒരു എണ്ണയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടണം. ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് കിട്ടണം. അപ്പം ആ നേരം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ ഇതേപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിന് നമ്മളുടെ തേങ്ങ ഒക്കെ ഇതേപോലെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് ഇതേപോലെ കിട്ടണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് കേട്ടോ ഇത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു തേങ്ങയുടെ ഒക്കെ പേസ്റ്റ് അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ തിളച്ച് കിട്ടണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ തിളക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ. പിന്നെ അത് കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്. അപ്പം അത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളം കൂടെ ആ ഒരു മിക്സീൻ്റെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ തിളക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരൈറ്റം കൂടെ ചേർക്കാനുണ്ട്, ഉപ്പാണ് കേട്ടോ. അപ്പം ഉപ്പും കൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് തിള വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സംഭവം കൂടെ ചെയ്യാനുണ്ട്. ഒരു സൂത്രപരിപാടിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. ശേഷം ഇതുപോലത്തെ ഉണക്കമുളക് 2 പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ഉണ്ടാവും. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ടാറ്റാ.